സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു കസ്റ്റം ബിൽഡ് ക്വിക്ക് കൊണ്ടൊരു ഫോർമേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ ബിൽഡ് ചെയ്ത ഫോർമേഷൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഓൾറെഡി ടീമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ജസ്റ്റ് ഒരു 3 മിനിറ്റിന് താഴെയുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. പിന്നെ ഫ്രണ്ട്ലി കളിക്കാൻ ഇൻട്രസ്റ്റുകൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വരിക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി എന്തായാലും ഫസ്റ്റ് നമ്മളിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കയറിയാലും കിട്ടും. നമ്മുടെ ഐ ഡി ഡൻസോപ്പ് തന്നെയാണ്. ജസ്റ്റ് ഇൻസ്റ്റയ്ക്ക് വരിക, മെസ്സേജ് അയക്കാം, നമുക്ക് ഫ്രണ്ട്ലി കളിക്കുക, പൊളിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതാണ്. ബെസ്റ്റ് ക്വിക്ക് കൊണ്ട് ഫോർമേഷൻ നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീഡിയോ പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ മുന്നോട്ട് പോകാം ഗായ്സ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കസ്റ്റം ബിൽഡ് ക്വിക്ക് കൗണ്ടർ ഫോർമേഷൻ. ഓക്കെ, എൻ്റെ ഇത് സെക്കൻഡ് അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേയേഴ്സിനെ വെച്ചാണ് ഞാനിത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഫോർമേഷൻ 4-3-1-2 ഫോർമേഷനാണ്. ഇതിലിപ്പോൾ 2 CB ഉണ്ട്, ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക്, 1 DMF ആൻഡ് 1 CMF, 2 DMF ആണ്. ഈ DMF ഒരു വെറൈറ്റി DMF ആണ്. ഒരു DMF വരുന്നത് 2 സെൻറ്റർ ബാക്കിൻ്റെ ഫ്രണ്ടിലും, അതുപോലെ തന്നെ മറ്റേ DMF വരുന്നത് CMFിൻ്റെ നേരെ റൈറ്റ് സൈഡിലാണ്. പിന്നെ ഒരു AMF ഉണ്ട്, 2 CF ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സിന് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് അത്യാവശ്യം നല്ല ഒരു പക്ക ടീം അല്ലെങ്കിൽ പക്ക അക്കൗണ്ട് ആണെങ്കിൽ, ലീഫബിൾ അക്കൗണ്ട് ആണെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ പ്ലേയേഴ്സിന് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കാൻ വേണ്ടി പറ്റും. നല്ല രീതിക്ക് ബാക്ക് സപ്പോർട്ട് കിട്ടും, നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ക്രോസ് ചെയ്ത് ഫിനിഷ് ചെയ്യുക, അതുപോലെ തന്നെ ലോങ് റേഞ്ചർ പാസ് ചെയ്യാൻ നല്ല ചാൻസ് കിട്ടും. മെയിനായിട്ട് 1-2 പാസ് കളിക്കാനാണ് ഇതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോർമേഷൻ എന്ന് പറയാം. ഓക്കെ, ഞാനിപ്പം ജസ്റ്റ് നോട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ഞാൻ റൈറ്റ് സൈഡിൽ കാണിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. 2 CB, 1 ബിൽഡപ്പ്, അത് മസ്റ്റാണ്. ഒന്നുമില്ല, ഫ്രണ്ടിൽ കയറി പോകാതിരിക്കാനാണ്. പിന്നല്ല സെൻറ്റർ ബാക്ക് ഒരു ഡിസ്ട്രോയർ ആണ്. പിന്നെ ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ഡിഫെൻസീവ്, അത് നിർബന്ധമാണ്. ഒന്നുമില്ല, കാരണം ഇതിൽ 2 DMF ഉണ്ട്. അപ്പോൾ ഒരു DMF നമ്മൾ ആങ്കർമാൻ ഇട്ടത് കൊണ്ട് ബാക്കിൽ സപ്പോർട്ട് കിട്ടും. അതുപോലെ തന്നെ മറ്റേത് ഒരു ഓക്സ്ട്രിക്കറാണ്. അത് പിന്നെ ഒരു AMF കോംബോ കിട്ടാനാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സൈഡിൽ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലാവും. പിന്നെ ഉള്ളത് CMF ആണ്. അതൊരു ബോക്സ് ടു ബോക്സ് ആണ്, അഥവാ ഫ്രണ്ടിലും ബാക്കിലും നല്ല രീതിക്ക് പാഞ്ഞ് കളിക്കും. അതിലിപ്പോൾ ബെല്ലിംഗാം ആണെങ്കിലും കുഴപ്പമില്ല, പിന്നെ പെഡ്രി ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ AMF ആണ്, ഇതൊരു ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. പിന്നെ 2 സേഫ്, 1 ഗോൾ പൗച്ചർ നിർബന്ധമാണ്. പിന്നെ മറ്റേത് ബോക്സിൻ്റെ ബോക്സും. ഞാനിങ്ങനെ വള പറയുമ്പോൾ നിങ്ങൾ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നുമില്ല, ഞാനിതിൻ്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കാണിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഞാൻ ഈ പറയുന്ന പ്ലേയേഴ്സിൽ കളിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ഒരു 99.9% ജയിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്നുമില്ല, കളിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ, 2 DMF, 2 സെൻറ്റർ ബാക്ക്, പിന്നെ ഒരു CMF. ബാക്ക് പൊട്ടൂല. റീസൺ എന്താ, അമ്മാതിരി പവർ ബാക്കാണ്. പിന്നെ ഫ്രണ്ടിലും കുഴപ്പമില്ല, AMF ഉണ്ട്, 2 CF ഉണ്ട്, പിന്നെ ഒരു CMF ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബെല്ലിംഗാമോ, CMFന് നല്ല ബെല്ലിംഗാമോ പെഡ്രിയൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് കളിച്ച് സെറ്റപ്പ് ആക്കാം. സ്കില്ലും ഉണ്ട്, 2 പേർക്കായാലും സ്കില്ലും ഉണ്ട്. അതേമാതിരി ഷൂട്ടിംഗ് പവറും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ. ഇത്രയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ബൈ സൈനിങ് ഔട്ട്.